അപ്പൊ ട്രെയിനിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ്? എല്ലാ പരീക്ഷകളും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഭാഗമാണത് ട്രെയിനിന്റെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ട്രെയിനിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കും എന്താണ് ട്രെയിൻ കണ്ടുപിടിച്ച എന്തെങ്കിലും ആണോ? അങ്ങനെയൊന്നുമല്ല. ട്രെയിൻ ഓടുന്നതും ട്രെയിൻ ഒരു പോസ്റ്റിനെ കടന്നു പോകുന്നതും ട്രെയിൻ വേറൊരു ട്രെയിനിനെ കടന്നു പോകുന്നത് ട്രെയിൻ പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്നത് അങ്ങനെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ? നമ്മൾ ചെന്നൈ എക്സ്പ്രസ് തീരൊക്കെ കണ്ടതാണ് അല്ലെ? ചെന്നൈ എക്സ്പ്രസിനെ കണ്ട അവിടെ ട്രെയിൻ എന്താണ് ഷാറുഖ് ഖാൻ ഓടിക്കയറുന്നതും ആൾക്കാരെ വിളിച്ച് കയറ്റിട്ട് ഷാറുഖ് ഖാൻ അവസരം ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ഈ ട്രെയിൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന എന്താണ് ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ നമുക്ക് അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവൻ കാണുക. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ, ഞാൻ മനു. അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ്, ഇങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്വാണ്ട് മാത്രമല്ല ചോദിക്കുന്നത്, GK ചോദിക്കും, കറണ്ട് അഫയേഴ്സ് ചോദിക്കാം, അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മാക്സിമം എക്സാംസ് എഴുതി എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആപ്പിൽ എന്തുണ്ട്, എല്ലാ ദിവസവും ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. ഏത് എക്സാംസിനായാലും കറണ്ട് അഫയേഴ്സ് എന്നൊരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയാലും കറണ്ട് അഫയേഴ്സിൽ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സും മറ്റ് ടോപ്പിക്സും അടങ്ങിയ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാംസ് ഒക്കെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന ആപ്പ് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് കിട്ടോ. നമ്മുടെ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആപ്പ് ഡൗൺലോഡ് ആയി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആയി കിടപ്പുണ്ടാവും. കേട്ടല്ലോ, പൊട്ടും പഠിക്കേണ്ട, എത്രയും വേഗം ഡൗൺലോഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യുക. അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എന്തൊക്കെയാണ് ട്രെയിനിൽ ചോദിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത് അല്ലെ? അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ട്രെയിനിൽ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് അറിയണമല്ലോ. അത് നമുക്ക് ഫസ്റ്റ് അറിയാം. നോക്കുക, നമ്മളെ പൊതുവെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ ഒരു എന്താണ് PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, എല്ലാത്തിനും ട്രെയിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന കാര്യം. കാരണം നമുക്ക് അത് പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്, നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. അതെ, ഈ ട്രയാങ്കിൾ നോട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഞാൻ വരയ്ക്കുകയാണത് ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്നും എന്താണ്, നമുക്ക് 3 ഇക്വേഷൻസ് പഠിക്കാം. എന്തിൻ്റെയൊക്കെ പഠിക്കാം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കാം, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കാം, ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കാം. എന്ത് ചെയ്താൽ മതി, എന്താണോ കണ്ടുപിടിക്കുന്നത് അത് മറച്ചു വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ സ്പീഡ് മറച്ചു വെക്കാം. ദേ, ഞാൻ സ്പീഡ് മറച്ചു വെച്ചു. ബാക്കി എന്തുണ്ട്, D/T എന്ന് വരും ഇല്ലേ? അപ്പൊ എന്താണ്, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതാം. ഇനി ടൈം ആണ് വേണ്ടത്, ടൈം മറച്ചു വെക്കുക. എന്തുണ്ട്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് കിട്ടും. സോ T is equal to D/S. ഇനി ഡിസ്റ്റൻസ് ആണ് വേണ്ടെന്ന് വിചാരിച്ചോ, ഡിസ്റ്റൻസ് മറിച്ചു വെക്കുക. എന്താണ്, TMS നേരെ നേരെ നടക്കുന്നത് അല്ലേ? അപ്പൊ എന്താ എഴുതാം, S into T ആണെന്ത് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഫോർമുല. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്, ട്രെയിൻ പ്രോബ്ലംസ് ആർ ബേസ്ഡ് ഓൺ റിലേറ്റീവ് സ്പീഡ് ആൻഡ് ലെങ്ത്. എന്തുകൊണ്ടാണ് റിലേറ്റീവ് സ്പീഡ് ലെങ്ത്തും പറയാൻ കാരണം? ഈ ട്രെയിനിന്റെ ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് പല ടൈപ്പ് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നോക്കിക്കോ. ട്രെയിനിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ടൈപ്പുകൾ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ട്രെയിനുകളുടെ ചോദ്യത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, ഇപ്പൊ ട്രെയിനുകളുടെ ചോദ്യത്തിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ടൈപ്പുകൾ ചോദിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യാം. എന്നാലും നമുക്ക് നേരത്തെ പറഞ്ഞ ലാസ്റ്റ് സെന്റൻസ് കുറച്ച് ഈസിയർ ക്ലിയർ ആവുള്ളൂ. അപ്പൊ നോക്കാം, എന്താണ് ട്രെയിനിന്റെ ചോദ്യത്തിൽ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ഒന്നെങ്കിൽ ട്രെയിൻ എന്താണ്, ട്രെയിൻ പാസിംഗ് പേഴ്സൺ ഓർ പോൾ. അതായത് വെറുതെ നിൽക്കുന്ന ഒരാളെയോ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ പോൾ എന്ന് പറയും, പോസ്റ്റ് അത്രേ ഉള്ളൂ, അതിനെയോ കടന്നു പോകുമ്പോൾ ആ ട്രെയിൻ ഉണ്ടാകുന്ന സ്പീഡ്, ആ ട്രെയിൻ യാത്ര ചെയ്യുന്ന ദൂരം, അങ്ങനത്തെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഫസ്റ്റ് ചോദിക്കാറ്. ഇത് നമുക്ക് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയാം. രണ്ടാമത്തെ ടൈപ്പാണ് എന്ത് പറയാം, ട്രെയിൻ പാസിംഗ് എന്തൊക്കെയാണ്, പ്ലാറ്റ്ഫോം, ടണൽ ഓർ ബ്രിഡ്ജ്. എന്താണ്, ഒരു പ്ലാറ്റ്ഫോമിനെയോ ഒരു ടണലിനെയോ ഒരു ബ്രിഡ്ജിനെയോ ഒരു പാലത്തെയോ കടന്നു പോകുന്ന ട്രെയിൻ എന്ന രീതിയിലാണ് എന്ത്
അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങൾ വരാൻ ചാൻസ്. മൂന്നാമത്തെയാണ് എന്ത്, ട്രെയിൻസ് ക്രോസിംഗ് ഈച്ച് അതർ, അതായത് പരസ്പരം കടന്നു പോകുന്ന ട്രെയിനുകൾ. ഈ പരസ്പരം കടന്നു പോകുന്ന ട്രെയിനുകൾ പല ടൈപ്പ് ഉണ്ട്. എന്താണ്, ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതാകാം, പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്നതാകാം, അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനെ കടന്നു പോകുന്നതാകാം. ഇങ്ങനെ 3 പോസിബിലിറ്റീസ് അവിടെ വരുന്നുണ്ട് ട്രെയിൻസ് ക്രോസിംഗ് ഈച്ച് അതറിൽ വരുന്നുണ്ട്. ഇത്രയും ഏരിയാസ് ആണ് എന്ത്, നമ്മൾ ട്രെയിൻ ചെയ്ത് വെക്കുന്ന പ്രോബ്ലംസിൽ വരുന്നത്. അപ്പൊ എന്താണ്, ഈ ഓരോ പ്രോബ്ലംസ് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വരുന്ന ഓരോ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാം. അത് നല്ലത്, ഓരോ ചോദ്യങ്ങളിലൂടെ പഠിക്കുന്നത് നല്ലത്. അപ്പൊ അതിന് മുമ്പ് അറിയേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് കൂടി പറയാം. നോക്കിക്കോ, കുറച്ച് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആണ്. ഫസ്റ്റ് ആണ് എന്ത്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. എല്ലാവർക്കും അറിയാവുന്നതല്ലേ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോർമുല ആണ് എന്ത്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. രണ്ടാമത്തെ ഫോർമുല നോക്കിയേ, സെക്കൻഡ് ഫോർമുല എന്താ പറയുന്നത്, റിലേറ്റീവ് സ്പീഡ് ഇൻ സെയിം ഡയറക്ഷൻ. അതായത് എന്താ പറയുന്നത്, ഒരേ ഡയറക്ഷനിൽ പോകുന്ന 2 ട്രെയിനുകൾ ആലോചിക്കേ, ഒരേ ഡയറക്ഷനിൽ പോകുന്ന 2 ട്രെയിനുകൾ, അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിൽ ഓടുന്ന ഒരു ട്രെയിനും ഒരു മനുഷ്യനും, ഇവയുടെ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും, ആ 2 സ്പീഡുകളുടെ ഡിഫറൻസ് ആയിരിക്കും എന്ന് ഓർക്കാം. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ നോക്കി, നമ്മളിപ്പോ എന്താണ്, നമ്മളൊരു ആളെ ഓടിച്ചിടാണെന്ന് വിചാരിച്ചോ. ഒരാളെ ഓടിച്ചിടുമ്പോൾ അയാളുടെ ഒപ്പം നമ്മൾ ഓടി എത്തണമെങ്കിൽ എന്താണ്, അയാളേക്കാൾ സ്പീഡിൽ ഓടണം എന്നാ പറയാറ് അല്ലെ. അപ്പോൾ അയാളേക്കാൾ എത്ര സ്പീഡിൽ കൂടുതൽ ഓടിയാലാണ് അയാളെ ഓവർടേക്ക് ചെയ്യുക എന്നനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിങ്ങനെ ഓരോ ഓടിച്ചിട്ട് കളിയൊക്കെ നമ്മൾ കുഞ്ഞു പ്രായങ്ങൾക്കാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കള്ളന്മാരെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കുന്നതൊക്കെ. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ റണ്ണിങ് റേസിൽ എന്താണ്, ഒരാൾ നല്ല സ്പീഡിൽ ഓടുമ്പോൾ അയാളുടെ അതേ സ്പീഡിൽ ഓടുന്ന ആളെന്താണ്, അയാൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഓടുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ ഒരു 4 km/h സ്പീഡിൽ ഓടുകയും എന്റെ ഒപ്പോണന്റ് ഒരു 4 km/h സ്പീഡിൽ ഓടുകയും ചെയ്താൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ നിൽക്കും, അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കും, ഒരേപോലെ ഓടിക്കൊണ്ടിരിക്കും അല്ലെ. നോക്കുമ്പോ എന്താണ്, രണ്ടുപേരും വെറുതെ നിൽക്കുമ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നേ അതേപോലെ ആയിരിക്കും എന്ത്, രണ്ടുപേരും ഒരേ സ്പീഡിൽ പോകുമ്പോഴും എന്തുണ്ടാവുന്നേ, അവിടെ നിൽക്കുന്നത്. കാരണം എന്താണ്, രണ്ടുപേരും ഒരേപോലെ ഒന്നിച്ച് ഒരേ ലെവലിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ എന്താണ്, നമ്മൾ എവിടെ എടുക്കുന്നത് എന്താണ്, 2 സ്പീഡുകളുടെയും ഡിഫറൻസ് ആയിരിക്കും എന്ത്, റിലേറ്റീവ് സ്പീഡായിട്ട് എടുക്കുന്നത്. ഇനി തിരിച്ചു നോക്കിയേ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് നല്ലൊരു എക്സാമ്പിളെ പറയാം. നോക്കിക്കോ, നിങ്ങൾ എന്തായാലും കൊച്ചുകാലത്ത് സൈക്കിൾ ഓടിണ്ടാവുമല്ലോ. നിങ്ങൾ ഒരു ഇറക്കത്തിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചു വരികയാണെന്ന് വിചാരിച്ചോ. പെട്ടെന്നൊരു സാധനം നിങ്ങൾ നെറ്റിത്ത് നല്ല പവറിൽ ഇടിച്ചു കിടക്ക് തോന്നാറുണ്ട് ചില സമയത്ത്. അപ്പൊ നോക്കുമ്പോ എന്താണ്, വണ്ടി നമ്മൾ നിർത്തി നോക്കുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ഇത്രയും ചെറിയൊരു വണ്ടായിരിക്കും എന്ത്, നമ്മൾ നെറ്റിയിൽ ഇടിച്ചത്. പക്ഷെ നമുക്ക് എന്താണ്, നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ കൂടുതൽ വേദന നമ്മൾ ആ ഇറക്കം ഇറങ്ങിക്കൊണ്ട് വരുമ്പോൾ ആ വണ്ടി നമ്മളെ തെറ്റി തിരിച്ചാൽ നമുക്ക് ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും അത്, ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും കാരണം? മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ആ ഇറക്കത്തിൽ ഉണ്ടാകുന്ന ആ നമ്മുടെ സ്പീഡും വണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സ്പീഡും മിക്സ് ആയിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ റിലേറ്റീവ് സ്പീഡ് കണക്കാക്കുന്നത്. ക്ലിയർ ആണോ? അതായത് ഇപ്പൊ നോക്കിയേ, വണ്ട് ഒരു 3 km സ്പീഡിൽ മേളിലേക്ക് പറക്കാണെന്ന് വിചാരിച്ചോ. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഒരു 10 km സ്പീഡിൽ താഴേക്ക് സൈക്കിളോട്ട് വരാന്ന് വിചാരിച്ചോ. അപ്പൊ ആ വണ്ട് നിങ്ങളുടെ നെറ്റിയിൽ ഇടിച്ചാൽ നിങ്ങൾ വെറുതെ നിൽക്കുമ്പോൾ ഒരു 30 നിങ്ങൾ ഇറങ്ങി വന്ന് 10 km സ്പീഡാന്ന് കണക്കാക്കാം. നിങ്ങൾ വെറുതെ നിൽക്കുമ്പോൾ ഒരു 13 km/h സ്പീഡിൽ ഒരു വണ്ട് വന്ന് പറന്നു നിങ്ങൾ നെറ്റി ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന എത്ര വേദനയായിരിക്കോ അത്രയും വേദന 10 km സ്പീഡിൽ നിങ്ങൾ സൈക്കിൾ ഓടി വരുമ്പോൾ 3 km സ്പീഡിൽ നിങ്ങൾ വരുന്ന വണ്ട് നിങ്ങളുടെ നെറ്റി തിരിച്ചാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതാണ് എന്ത്, ഈ പറഞ്ഞ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ റിലേറ്റീവ് സ്പീഡ് സം ആണെന്ന് പറയാൻ കാരണം. നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കിക്കോ, നിങ്ങൾ ഒരു ട്രെയിനിൽ ഇരിക്കുന്നു, അപ്പുറത്തെ ട്രെയിനിലൂടെ വേറൊരു ട്രെയിൻ പോകണമെന്ന് വിചാരിച്ചോ. നിങ്ങൾ 2 ട്രെയിൻ പരസ്പരം ക്രോസിംഗ് ആണെങ്കിൽ നിങ്ങൾ പരസ്പരം വേഗം ക്രോസ് ചെയ്ത് തരും അല്ലെ. നേരെ മറിച്ച് നിങ്ങളുടെ ട്രെയിൻ വേറൊരു ട്രെയിനെ ഓവർടേക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, നല്ല ടൈം എടുത്താൽ ആ വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്ത് കിട്ടുക അല്ലെ. ഒന്നും വേണ്ട, നിങ്ങൾ റോട്ടിൽ കൂടെ ബൈക്ക് ഓടിക്കുന്ന ഒരു എക്സാമ്പിൾ എടുത്താലും മതി. നിങ്ങൾ റോട്ടിൽ കൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ എന്താണ്, നിങ്ങൾ വണ്ടി ഓടിക്കുകയും അപ്പുറത്തെ റോട്ടിൽ കൂടെ വരുന്ന ഒരു വണ്ടി നിങ്ങളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്രോസ് ചെയ്ത് പോയാൽ ആ ക്രോസിംഗ് വേഗം നടക്കും. നേരെ മറിച്ച് നിങ്ങളൊരു ബൈക്കിലോ അതേ സ്പീഡിൽ ഓടുന്ന ബൈക്കിലോ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ, നിങ്ങൾക്ക് നല്ല ടൈം എടുക്കുന്നത് ആ വണ്ടിയുടെ ഒപ്പം എത്തി ആ വണ്ടിയേക്കാൾ സ്പീഡിൽ ഓടിച്ച് വണ്ടിയുടെ മുമ്പിൽ കയറാൻ.
അതാണ് എന്ത് ഈ റിലേറ്റീവ് സ്പീഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും? ഡിഫറൻസ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ്? റിലേറ്റീവ് സ്പീഡ് സം ആയിരിക്കും. ഇനി നോക്കുക, ട്രെയിനിന്റെ കേസിൽ ഒന്നിലധികം ട്രെയിനുകൾ വരികയാണെങ്കിൽ നമ്മൾ ഈ റിലേറ്റീവ് സ്പീഡിനായിരിക്കും എന്തായി കണക്കാക്കുന്നത്? സ്പീഡ് എന്ന രീതിയിൽ കണക്കാക്കുന്നത്. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ ടോട്ടൽ ലെങ്ത് ബൈ റിലേറ്റീവ് സ്പീഡ് എന്നൊക്കെ എടുക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓരോ കീ പോയിന്റുകൾ കൺസിഡർ ചെയ്യാം. എന്താണ്? നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ ക്വസ്റ്റ്യങ്ങളും എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ എന്താണ്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ മാറ്റേഴ്സ്. എന്താണ്? ഇത്തരം ഒരു ചോദ്യം എടുക്കുമ്പോൾ ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നതായിരിക്കും മിക്കയിടത്തും എന്ത് വരിക? ആ ട്രെയിൻ സഞ്ചരിച്ച് ദൂരമായിട്ട് വരിക. അതായത് ഇപ്പൊ നോക്കിയേ, ഒരു പോൾ അല്ല എങ്കിൽ എന്താണ്? ഒരു മനുഷ്യനെ ഓവർടേക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ട്രെയിൻ സഞ്ചരിച്ച മൊത്തം ദൂരമായി നമ്മൾ കണക്കാക്കുന്നത് എന്തായിരിക്കും? ഈ പറഞ്ഞ ട്രെയിനിന്റെ നീളമായിരിക്കും. നിങ്ങളത് ആലോചിച്ച് നോക്കുക. അതെ, ഇതൊരു മനുഷ്യനാണ്. ഓക്കെ, ഈ മനുഷ്യൻ ഇവിടെ നിന്ന് ഒരു ട്രെയിൻ വരാണ്. ഇത് എഞ്ചിനാണ്. ഞാൻ ഇ എന്ന് എഴുതാം. ഇത് ലാസ്റ്റ് ബോഗി, എൽ എന്ന് എഴുതാണ് ഞാൻ. ഈ മനുഷ്യനെ ഈ എഞ്ചിൻ കടക്കുമ്പോൾ എന്താണ്? നമുക്ക് മനുഷ്യനെ ട്രെയിൻ മൊത്തം കടന്നു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ എഞ്ചിന് കടന്ന് ലാസ്റ്റ് ബോഗി ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ട്രെയിൻ മനുഷ്യനെ കടന്നു എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഈ ലാസ്റ്റ് ബോഗി ഇവിടെ എത്തുന്ന നേരം കൊണ്ട് ഈ എഞ്ചിൻ എത്ര ദൂരം മുന്നോട്ട് ഓടിയിട്ടുണ്ടാകും? ഈ ട്രെയിനിന്റെ നീളം ഇപ്പോൾ ഒരു L മീറ്റർ ആണ് എങ്കിൽ അത്രയും ദൂരം എഞ്ചിൻ മുന്നോട്ട് ഓടിയിട്ടുണ്ടാകണം. എന്തിന്? ഈ ആളെ ഒന്ന് കടന്നു കിട്ടാൻ. കറക്റ്റ് അല്ലേ? അത്രയും ദൂരം ഈ എഞ്ചിൻ ഓടിയാൽ മാത്രമാണ് ഈ ട്രെയിൻ ഈ പറഞ്ഞ മനുഷ്യനെ കടന്നു കിട്ടുക. അപ്പോൾ എന്താ പറയാ? നമുക്ക് ഒരു പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ട്രെയിൻ കടന്നു പോകുമ്പോൾ ആ ട്രെയിൻ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എന്താണ്? ആ ട്രെയിനിന്റെ ലെങ്ത് ആണ് എന്ന് ഓർക്കണം. രണ്ടാമത്തെ കേസ് എന്താണ്? ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുമ്പോൾ, പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കൂട്ടാം? പ്ലാറ്റ്ഫോമിന്റെ അതേ ഒപ്പം തന്നെ നമുക്ക് എന്തൊക്കെ കൂട്ടാൻ പറ്റും? ടണല്, ബ്രിഡ്ജ് എല്ലാം കൂട്ടാം. ആ സിനാരിയോയിൽ എന്താണ്? ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂടി ചേർത്തായിരിക്കും നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നത്. ഡിസ്റ്റൻസ് എടുക്കുന്നത് എന്തായിരിക്കും? ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളം കൂടിയും കൂട്ടി നമ്മൾ എടുക്കും. കേട്ടല്ലോ? അത് ഓർത്തിരിക്കുക. നമ്മൾ എന്താണ്? ഒരു പ്ലാറ്റ്ഫോമിനെ, ഒരു ടണലിനെ, ഒരു ബ്രിഡ്ജിനെ കടന്നു പോകുന്ന കേസാണെങ്കിൽ ആ ട്രെയിനിന്റെ നീളവും അതെന്തിനാണോ കടന്നു പോകുന്നേ അതിന്റെ നീളം കൂടിയും ചേർത്തെടുക്കും. എന്ത് ചെയ്യാൻ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന രീതിയിൽ കാൽക്കുലേഷൻ നടത്താൻ. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് രണ്ട് ട്രെയിനുകൾ പരസ്പരം കടന്നു പോകുമ്പോൾ എന്താണ്? രണ്ട് ട്രെയിനുകൾ പരസ്പരം കടന്നു പോകുമ്പോൾ എന്താണ്? നമ്മൾ എന്ത് ചെയ്യും? ആ രണ്ട് ട്രെയിനുകളുടെ നീളം പരസ്പരം കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു പോൾ അല്ലെങ്കിൽ എന്താണ്? ഒരു മനുഷ്യനെ കടന്നു പോകുമ്പോൾ ട്രെയിനിന്റെ നീളം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. കേട്ടല്ലോ? ട്രെയിനിന്റെ നീളം മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഒരു പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ ഒരു ടണലിനെ അല്ലെങ്കിൽ ഒരു പാലത്തെ കടന്നു പോകുമ്പോൾ ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളം അല്ലെങ്കിൽ ടണലിന്റെ നീളം അല്ലെങ്കിൽ എന്താണ് പാലത്തിന്റെ നീളം അതുകൂടി നമ്മൾ എടുക്കും. ഇനി രണ്ട് ട്രെയിനുകൾ പരസ്പരം കടന്നു പോകുന്നതാണ് എങ്കിൽ എന്താണ്? ആ രണ്ട് ട്രെയിനുകളുടെ നീളത്തെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താ മതി? ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അടുത്തത് നോക്കാം. എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ? എ ട്രെയിൻ എന്താണ്? എ ട്രെയിൻ ഓഫ് 100 മീറ്റർ ലോങ്, 100 മീറ്റർ നീളമുള്ള ട്രെയിൻ എന്താ ചെയ്യുന്നേ? ഒരു പോളിനെ കടന്നു പോകാൻ എടുക്കുന്ന ടൈം 10 സെക്കൻഡ് ആണെങ്കിൽ ആ ട്രെയിനിന്റെ സ്പീഡ് എത്രയാണെന്ന് വെച്ചേക്കുന്നത്? അപ്പോൾ ഒരു 100 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു പോളിനെ കടക്കാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 10 സെക്കൻഡ് ആണ് എങ്കിൽ ആ ട്രെയിൻ എത്ര സ്പീഡിലാണ് ഓടിയിട്ടുണ്ടാവുക എന്ന് വെച്ചേക്കട്ടെ. ശ്രദ്ധിച്ചു നോക്കുക. ഒരു പോളിനെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു. ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എത്രയാണ്? ട്രെയിനിന്റെ നീളമായ 100 മീറ്ററിനെയാണ് ഞാൻ പറഞ്ഞു. കറക്റ്റ് അല്ലേ? ഇതേപോലെ ആ പോളിനെ കടക്കുന്ന ടൈം എത്രയാണ്? 10 സെക്കൻഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് എന്തറിയണം? നമുക്ക് സ്പീഡ് അറിയണം. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ?
ഡിസ്റ്റൻസ് ബൈ ടൈം എത്ര വരും? 100/10 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ത് വരും? സ്പീഡ് വരും. എപ്പോഴും യൂണിറ്റ് ശ്രദ്ധിക്കണം. മീറ്ററിലാണെങ്കിൽ മീറ്ററിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, കേട്ടല്ലോ. മീറ്ററിലാണ് എങ്കിൽ മീറ്ററിൽ തന്നെ ഫുൾ കാൽക്കുലേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ട്രെയിനിന്റെ എല്ലാ ക്വസ്റ്റിനും കാൽക്കുലേഷൻ നിങ്ങൾ എന്തിൽ തന്നെ ചെയ്താൽ മതി? മീറ്ററിൽ തന്നെ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ ചെയ്യുക. ഒരിക്കലും കിലോമീറ്റർ പെർ അവർ ക്വസ്റ്റിൽ വന്നാലും അതിനെയൊക്കെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? 1 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാമെന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ്? കമന്റ് ചെയ്ത ആൾക്കാരെ ഞാൻ അടുത്ത വീഡിയോ മെൻഷൻ ചെയ്തായിരിക്കും. അപ്പൊ എന്താണ്, എത്ര പേര് കമന്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയണം, കേട്ടല്ലോ. എത്ര പേര് കമന്റ് ചെയ്തെന്ന് എനിക്ക് അറിയണം. ഇവിടെ നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് ആൻസർ ഡിസ്റ്റൻസ് എന്താ ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് വരിക? ആൻസർ വരിക. അപ്പൊ എന്തായി? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇതിന്റെ ആൻസർ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ ട്രെയിൻ ക്രോസസ് 200 meter platform in 20 seconds. Train length is 100 meters. Find the speed. എന്താ പറയുന്നേ? ഒരു ട്രെയിൻ എന്താണ് 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു, കേട്ടോ. പ്ലാറ്റ്ഫോം കടന്നു. എത്ര സമയം കൊണ്ട്? 20 സെക്കൻഡ് കൊണ്ട് കടന്നു. ട്രെയിനിന്റെ നീളം എത്രയാണ്? 100 മീറ്റർ ആണ്. അങ്ങനെയാണ് എങ്കിൽ എന്താണ് ആ ട്രെയിനിന്റെ സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോട്ട് ചെയ്യുക. എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ത് വരും നോട്ട് ചെയ്യുക. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ത് വരും നോക്കാം. എന്താണ് ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂടി ചേർത്താണ് എന്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുന്നത്. കറക്റ്റ് അല്ലേ? ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും ചേർത്തല്ലേ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുന്നേ? ഞാൻ പറഞ്ഞതായിരുന്നു അല്ലേ? അപ്പൊ എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരിക? 200 മീറ്ററും 100 മീറ്ററോട് ചേർന്ന് 300 മീറ്ററിന് എന്ത് വരും? ടോട്ടൽ ഡിസ്റ്റൻസ് വരും. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പ്ലാറ്റ്ഫോമിൽ നടക്കുമ്പോൾ പ്ലാറ്റ്ഫോമിന്റെ നീളത്തെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പ്ലാറ്റ്ഫോമിന്റെ നീളത്തെ കൺസിഡർ ചെയ്ത് വേണം എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ടൈം എത്രയായിരുന്നു? 20 സെക്കൻഡ് ആണ് ടൈം. സോ സ്പീഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും? സ്പീഡ് ഈക്വൽ ടു എന്ത് വരും? സ്പീഡ് എന്ന് പറയുന്നത് 300/20 എത്ര വരിക? 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എന്ത് വരും? ഉത്തരം വരും. ഓപ്ഷൻ ബി ആണ് വരിക. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ബി 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് വരിക? ഉത്തരം വരിക. അപ്പൊ ക്ലിയർ ആണല്ലോ? എളുപ്പമല്ലേ ചെയ്യാൻ? ആൻസർ എന്താ വന്നേ? ഓപ്ഷൻ ബി ആണ്. 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 2 trains എന്താണ് 150 meters and 100 meters opposite directions. സ്പീഡ്സ് എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡും 15 മീറ്റർ പെർ സെക്കൻഡും. അങ്ങനെയാണെങ്കിൽ ആ ക്രോസ് ചെയ്യാൻ എടുത്ത ടൈം എത്രയെന്ന് വെച്ചേക്കുന്നത്? വേഗം പറഞ്ഞോ. നോക്കി വേഗം ഉത്തരം പറഞ്ഞേ. എന്ത് വരും ടൈം? എന്താണ് എങ്ങനെ ചെയ്യണ്ടേ? എളുപ്പമാണ്. എന്താണ് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? ടോട്ടൽ ഡിസ്റ്റൻസ് TD എടുക്കാം. എത്ര എടുക്കാം നമുക്ക്? ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരിക? 20 മീറ്ററും എത്രയാണ്? 150 മീറ്റർ ഉണ്ട് അല്ലെ? 100 മീറ്റർ 150 മീറ്റർ ഉണ്ട്. അപ്പോൾ പരസ്പരം ക്രോസ് ചെയ്യുമ്പോൾ പുതിയ ട്രെയിനിന്റെ മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്? 250 മീറ്റർ വരും, കേട്ടോ. 250 മീറ്റർ ആണത് ടോട്ടൽ ഡിസ്റ്റൻസ് വരിക. ഇനി നമുക്ക് എന്തറിയണം? നമുക്ക് സ്പീഡ് മൊത്തം എത്ര എന്നറിയാം അല്ലെ? സ്പീഡ് മൊത്തം എത്ര വരും എന്നറിയണം. എത്ര വരും സ്പീഡ് മൊത്തം? സ്പീഡ് മൊത്തം വരിക എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ എന്താണ് നമുക്ക് എടുക്കണ്ടേ? റിലേറ്റീവ് സ്പീഡ് വരും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്താണ്? സം ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അപ്പോൾ മൊത്തം സ്പീഡ് എത്രയാണ്? 10 + 15 25 മീറ്റർ പെർ സെക്കൻഡ് എന്ത് വരും? സ്പീഡ് വരും. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. ഞാൻ പറഞ്ഞതാണ് ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പോൾ എന്ത് വരും? 250/25 എത്ര വരും? 10 സെക്കൻഡ് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. വിച്ച് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി 10 സെക്കൻഡ് ആണ് എന്ത് വരിക? ആൻസർ വരിക.
അപ്പൊ ഉത്തരം എല്ലാവരും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് ഉത്തരം കിട്ടുന്ന എനിക്കറിയാം. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 10 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ട്രെയിൻ 120 meter crosses man in 6 seconds. സ്പീഡ് എത്രയാണ്? ഇതിന്റെ ഉത്തരം എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യുക. എത്ര പേര് കമന്റ് ചെയ്യാൻ നോക്കാം? 10 സെക്കൻഡ് ആണ്. വേഗമായിട്ട് കമന്റ് ചെയ്യൂ. നിങ്ങൾ നോക്കട്ടെ, 10 സെക്കൻഡ് നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യുക, വേണ്ട വേഗം ചെയ്യുക. 10 സെക്കൻഡ് സമയം തരാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 സെക്കൻഡ് ആയി. ഇത് മതി. ഇത് വളരെ എളുപ്പമല്ലേ, വേഗം ചെയ്യാൻ കിട്ടുമല്ലോ. എന്താണ്? 120 മീറ്റർ ഉണ്ട് അല്ലെ? 120 മീറ്റർ നീളം ട്രെയിൻ ഉണ്ട്. 6 സെക്കൻഡ് കവർ ചെയ്തു. അപ്പൊ എന്താ വരിക? സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 120/6. എത്ര വരും? എത്ര വരിക? 120/6 20 സെക്കൻഡ് എന്ന് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എന്ത് വരും? ഉത്തരം വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് എന്ത് വരിക? ആൻസർ വരിക. അപ്പൊ ആൻസർ എല്ലാം കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. 2 ട്രെയിൻസ് സെയിം ഡയറക്ഷൻ. എന്താണ്? 200 മീറ്റർ 100 മീറ്റർ. സ്പീഡ്സ് 20 and 10 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എന്ത് വരുന്ന വെച്ചേക്കുന്നത്? അപ്പൊ നോക്കാം, ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. എന്താ പറയുന്നേ? ഫസ്റ്റ് സെയിം ഡയറക്ഷനിലാണ് ഈ ട്രെയിൻ പോകുന്നത്. പക്ഷെ അപ്പൊ സെയിം ഡയറക്ഷൻ ഡിഫറൻസ് ഡയറക്ഷനിൽ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ വരിക? ഡിസ്റ്റൻസ് വരിക 200 + 100 300 മീറ്റർ എന്ന് വരും. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്, 300 മീറ്റർ എന്ന് വരും. ഇനി സ്പീഡ് നോക്കുക. എന്താണ്? സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്? റിലേറ്റീവ് സ്പീഡ് എന്ത് വരും? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഈ രണ്ട് സ്പീഡുകളുടെയും ഡിഫറൻസ് ആയിരിക്കും. എത്ര വരിക? 20 - 10 മീറ്റർ പെർ സെക്കൻഡ് എന്ത് വരും? സ്പീഡ് വരും. ഇനി എന്തറിയണം? ടൈം അറിയണം. ടൈം എന്താ വന്നേ? ടൈം എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. 300 മീറ്റർ ബൈ 10 സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് എന്ത് വരും? 30 സെക്കൻഡ് എന്ത് വരും? ഉത്തരം വരും, വിച്ച് ഈസ് ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? 30 സെക്കൻഡ് എന്ന ഓപ്ഷൻ സി എന്ത് വരും? ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. യെസ്, കണ്ടോ? ഓപ്ഷൻ സി 30 സെക്കൻഡ് എന്ത് വന്നു? ആൻസർ ആയിട്ട് വന്നു. അപ്പോൾ എന്താണ് നമ്മുടെ SSC പോലത്തെ എക്സാം എന്താണ് ഇപ്പോഴേ പ്രിപ്പറേഷൻസ് ആയിട്ട് CGL നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. PLP നോട്ടിഫിക്കേഷൻ ഇപ്പൊ എന്താണ് റണ്ണിങ് ആണ്. അപ്പൊ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇതിന്റെ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് എന്ത് നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ SSCയുടെ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എന്താണ് 9249089284 എന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യുക. ഒപ്പം തന്നെ എന്ത് ചെയ്യാണ്? നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം നമ്മുടെ കമന്റ് ബോക്സിൽ പിന്നും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും SSCയുടെ എക്സാം അപ്ഡേറ്റ്സും അറിയണമെങ്കിൽ നമ്മുടെ ഈ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ നിങ്ങൾ ഈ പോയിന്റിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എന്തായാലും എന്താണ് നമ്മുടെ SSC CGLന്റെയും മറ്റെല്ലാത്തിന്റെയും ഇപ്പൊ CHS വിളിക്കാനുണ്ട്, MTS വിളിക്കാനുണ്ട്, GD വിളിക്കാനുണ്ട്, എല്ലാ പോസ്റ്റുകളുടെയും എന്താണ് ലൈവ് അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഒപ്പം തന്നെ പോൾ കോഴ്സസും എല്ലാം എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ഗ്രൂപ്പിൽ ലിങ്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കമന്റ് ബോക്സിൽ താഴെ പിന്നും ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏത് വഴിയാണെങ്കിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താണ്? എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുക? കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ആരൊക്കെ കമന്റ് ചെയ്യുന്ന എനിക്കറിയണം. നിങ്ങൾ എത്ര പെട്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെയും താങ്ക് യു.